റെറ്റിനോൾ എന്ന് പറയുന്ന സാധനം നമ്മൾ പറയുമ്പോൾ ഒരു mid-20s അതായത് 23 ശേഷം നമുക്ക് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ സ്കിൻ കൺസേൺ ഒന്നും ഇല്ലെങ്കിൽ ഒരു 25 സ്റ്റാർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കൺസേൺസ് ഉണ്ടെങ്കിൽ എക്സ്ട്രീം ആയിട്ട് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണ്, പിന്നെ നിങ്ങൾക്ക് ചെറുതായിട്ട് ഫൈൻ ലൈൻസ് റിങ്കിൾസ് കണ്ടു തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് 23 യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വീക്കിലി 3 പ്രാവശ്യമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വിറ്റാമിൻ സി സെറത്തിന്റെ കൂടെയോ ടോണറിന്റെ കൂടെ, ഗ്ലൈക്കോളിക് ആസിഡ് സെറത്തിന്റെ കൂടെയോ ടോണറിന്റെ കൂടെ, സാലിസിലിക് ആസിഡ് സെറത്തിന്റെ കൂടെയോ ടോണറിന്റെ കൂടെയോ, ലാക്റ്റിക് ആസിഡ് സെറത്തിന്റെ കൂടെ ടോണറിന്റെ കൂടെ, മെന്റലിക് ആസിഡ് സെറത്തിന്റെ കൂടെ ടോണറിന്റെ കൂടെ റിറ്റിനോൾസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കൂടാതെ ഇത് നൈറ്റിൽ യൂസ് ചെയ്യുക, വീക്കിലി 3 ടൈംസ് മാക്സിമം യൂസ് ചെയ്യുക. ബിഗിനേഴ്സ് ആണെങ്കിൽ സാനിഷ് മെത്തേഡിൽ ഫോളോ അപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുക. അതായത് ഫസ്റ്റ് നിങ്ങളുടെ ഹൈഡ്രേറ്റിംഗ് സിറംസോ അതല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യുക, ദെൻ റെറ്റിനോൾ അപ്ലൈ ചെയ്യുക. മാത്രമല്ല വീണ്ടും ഒരു മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ എപ്പോഴും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെറ്റിനോൾസ് ഫോളോ അപ്പ് ചെയ്യാനും മറക്കണ്ട. പ്രൊഡക്റ്റ് ആൻഡ് ടാഗ് പ്രൊഡക്ട്സ് കൊടുത്തേക്കാം. നിങ്ങൾ ഡോക്ടറിൽ കൺബോക്സിൽ വെച്ചേക്കാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഫോളോ ചെയ്യാനും മറക്കണ്ട.